ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിപ്പം ലിഡിലോട്ട് പോവുകയാണ്. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അതിനിപ്പം നേരെ ലിഡിലോട്ട് പോവുകയാണ്. ഇവിടുന്ന് ഒരു 10 മിനിറ്റ് ഡ്രൈവ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പം ലിഡിലുള്ള ലിഡിലാണ് എത്തിയിരിക്കുന്നത്. ആ ലിഡിലിൻ്റെ ഒരു ഫോട്ടോ നിങ്ങളെ കാണിക്കാം. കുറച്ച് സാധനങ്ങൾ പർച്ചേസ്. നമ്മളിവിടെ ലിഡിൽ മാത്രമല്ല, എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും, ഈ യൂറോപ്പിലുള്ള അത്യാവശ്യം എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ആദ്യം കയറുമ്പോൾ തന്നെ ഇങ്ങനെ പൂക്കളിങ്ങനെ നിരത്തി വെച്ചിരിക്കും. ആ ഒരു ഫ്രഷ്നെസ്, ആ പൂക്കൾ, പിന്നെ ചെടികൾ, അതൊക്കെ സെയിലിലോട്ട് കയറുകയാണ്. ഇവിടെയൊക്കെയാണ് ബാസ്ക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ എൻട്രൻസിൽ തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു സ്വീറ്റ്സിൻ്റെ പലതരം ഫ്രൂട്ട്സുകളുണ്ട് സെയിലിന്. വൈകുന്നേരം ആയപ്പോഴത്തേന് അത്യാവശ്യം സാധനങ്ങളൊക്കെ തീർന്നു. ഇങ്ങനെ പ്യുറൈസ് ഐറ്റംസൊക്കെ ഇങ്ങനെ ഇവിടെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പം കുറച്ച് വെള്ളം മേടിക്കണം, പിന്നെ കുറച്ച് ക്ലീനിങ് ഐറ്റംസൊക്കെ മേടിക്കുന്നുണ്ട്. അതിനുവേണ്ടിയാണ് ഇന്ന് ലിഡിലോട്ട് വന്നത്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കാണും. കാരണം നല്ല തിരക്കായിരിക്കും. ശനി ഞായറൊക്കെ ഒരു വീക്കെൻഡ് സമയമായതുകൊണ്ട് എല്ലാവരും സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ പർച്ചേസിങ്ങിനും എല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരിക്കും. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഒരു ഏരിയയിലാണെങ്കിൽ ലിമിറ്റഡ് ഓഫറിൻ്റെ ഐറ്റംസൊക്കെയാണ് ഇവിടെയൊക്കെ ഉള്ളത്. ഈ പെറ്റ്സിൻ്റെ ആഹാരങ്ങൾ, പെറ്റ്സിൻ്റെ അതുപോലുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഒരുപാട് സെയിൽ ചെയ്യുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ട ഏരിയ ഇത് കേട്ടോ. നല്ല രസമാണ്, ഒരു കളർഫുൾ സംഭവങ്ങളാണ്. ന്യൂസ് പേപ്പർ ആൻഡ് മാഗസിൻ, ആ ഒരു ഐറ്റംസിനകത്ത് പേപ്പേഴ്സും, പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് മാഗസീനും കാര്യങ്ങളൊക്കെ ഇവരുണ്ട്. അവരുടെ വായനാശീലങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള ഇവിടെ ആയിട്ട്. നമ്മുടെ ഈ ലിഡിലാണെങ്കിൽ നല്ല മത്തി കിട്ടും. ഫ്രോസൺ ആയിരിക്കും, പക്ഷേ എന്നാലും കറി വെക്കാൻ കൊള്ളാം. കറി വെക്കാനും വറക്കാനും ഒക്കെ കൊള്ളാം. ഇതൊക്കെ സാൽമൺ ഫില്ലറ്റ്സ്, അങ്ങനെ ഇടയ്ക്ക് ട്യൂണ സ്റ്റിക്കൊക്കെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയയിലായിരുന്നു, ഈ ഒരു ഫ്രീസറിലായിരുന്നു നേരത്തെ മത്തി ഇങ്ങനെ സൂക്ഷിച്ചിരുന്നത്. പക്ഷേ ഇപ്പം അവിടെ കാണുന്നില്ല. ഇപ്പം കണവയുടെ ആണെന്ന് തോന്നുന്നു. ആ കണവയുടെ ഒരു ഫ്രോസൺ ഐറ്റംസ് മാത്രമേ കാണുന്നുള്ളൂ. ഇങ്ങനെയാണ് ചിക്കൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ചിക്കൻ്റെ തൈസ്, ചിക്കൻ്റെ ലെഗ്സ്, ചിക്കൻ്റെ വിങ്സ്, പിന്നെ ഹോൾ ചിക്കൻ, അങ്ങനെ പാർട്ടായിട്ടാണ് ചിക്കൻ ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പം ബില്ലടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ നമ്മുടെ അടുത്ത് വെച്ചിട്ടുണ്ട്. ബില്ലും വന്നു. അപ്പം ലിഡിലെ പർച്ചേസ് കഴിഞ്ഞു. അപ്പം നേരെ വീട്ടിലോട്ട് പോവുകയാണ്. നല്ല കാർമേഘമൊക്കെ ഉണ്ട്. പെട്ടെന്ന് വീട്ടിലോട്ട് പോട്ടെ.